അതായത് വീഡിയോസ് ഹാജരാക്കി സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ബെയിൽ നിഷേധിക്കാൻ പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. ഇല്ല, കസ്റ്റഡി അപേക്ഷ കൊടുത്തില്ല. പോലീസ് കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. കസ്റ്റഡി ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം കൊടുക്കാത്തത്. നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ? കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. കൃത്യമായി നമുക്ക് നമ്മുടെ വാദം കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ തന്നെയല്ല മാഡം. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം കോടതിയിലെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഓർഡറിലൊന്നും പറയില്ല. കോടതിയിൽ അന്വേഷിച്ചറിയാം. പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ആവശ്യമുണ്ടായിരിക്കില്ല എന്ന തരത്തിലേക്ക്. ഏതായാലും എന്താണ് അതിൽ എന്നുള്ളത് ഇപ്പോൾ വ്യക്തതയോടെ ഇനി വരാനിരിക്കുന്നു. വീഡിയോസ് ഹാജരാക്കിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ വീഡിയോ കോടതി പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഒരു ഘട്ടത്തിൽ വീഡിയോയിലേക്ക് പോകുന്നില്ല, അത് പരിശോധിക്കുന്നില്ല എന്നൊരു നിലപാട് കോടതി സ്വീകരിച്ചിരുന്നു ഓപ്പൺ കോർട്ടിൽ. പക്ഷേ പിന്നീട് കോടതി അത് പരിശോധിച്ചിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജാമ്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് അത് തെറ്റായ പ്രവണതയാകും. ഇനിയും അങ്ങനെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസിന് കൃത്യമായി തെളിവുകളെല്ലാം ഇത് സംബന്ധിച്ച് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. മാഡത്തിന് അത് കൈമാറുകയും ചെയ്തിരുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത്. ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്നുള്ളത് അത് കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞൊരു വാദമാണ്. ഒരുപക്ഷെ അതെല്ലാം കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നതും. ഇതിൽ അറസ്റ്റ് തന്നെ തെറ്റിപ്പോയി എന്നൊക്കെയുള്ള വാദം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നതാണ്. എന്തിനാണ് ജാമ്യം നിഷേധിക്കുന്നത് എന്ന ചോദ്യം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ഇപ്പോൾ തന്നെ ഫോൺ കസ്റ്റഡിയിലാണ്. കേസ് നിൽക്കുന്നതായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയെ റിമാൻഡ് ചെയ്തു. നമ്മൾ ഹാജരാക്കിയ തെളിവുകളൊക്കെ അംഗീകരിച്ചു. അങ്ങനെ മുഴുവനായിട്ട് തള്ളിപ്പോകും നമുക്ക് പറയാൻ പറ്റില്ല. കോടതി ഇനി ഓർഡർ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ആർഗ്യുമെന്റ് കോടതി കണക്കിലെടുത്തു. മാം, ഒരു ചോദ്യം കൂടി. അധിക്ഷേപിക്കപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് ഇതെന്ന് പറയാനായിട്ട് ആയിരിക്കും. തങ്ങൾ ഹാജരാക്കിയ തെളിവുകൾ കോടതി അംഗീകരിച്ചു എന്ന് പറയുകയാണ് പ്രോസിക്യൂഷൻ. ഒപ്പം തന്നെ ഇതിൽ എന്താണ് കൂടുതലായുള്ള കാര്യങ്ങൾ, അതിൽ കോടതി ഉത്തരവിൽ മറ്റ് വിശദാംശങ്ങളൊന്നും ഉള്ളതായി അറിയാൻ കഴിയുന്നില്ല. റിമാൻഡിൽ എന്നത് മാത്രമാണ് ഉത്തരവിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. സബ് ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം വർദ്ധിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകേണ്ടി വരും എന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഒരുപക്ഷേ എറണാകുളം സബ് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധി നേരത്തെ പറഞ്ഞത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി 2ന്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. നേരത്തെ വാദം തുടങ്ങിയിരുന്നു ജാമ്യാപേക്ഷയിൽ. അത് ഏതാനും സമയം നീണ്ടു നിന്ന ഒരു വാദമായിരുന്നു. ശക്തമായ വാദമുഖം 2 ഭാഗവും ഉയർത്തി. അതിനുശേഷം പിന്നീട് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. അല്പസമയം മുൻപാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി 2ന്റെ ഉത്തരവ് പുറത്തു വന്നത്. 14 ദിവസം റിമാൻഡിൽ എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ തന്നെ ഫോൺ കസ്റ്റഡിയിലാണ്. പിന്നീട് എന്തെങ്കിലും വിവരം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വിളിപ്പിച്ചാൽ മതി എന്നുള്ളതടക്കം പ്രതിഭാഗം വാദം ഉന്നയിച്ചിരുന്നു. മറ്റൊന്ന്, ഇത് സിനിമാ പ്രൊമോഷന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അപവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത്, ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതല്ലാതെ ഇതിൽ 4 മാസം മുൻപ് നടന്ന സംഭവമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതൊന്നും കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജാമ്യം നൽകിയാൽ അതൊരു തെറ്റായ സന്ദേശമാകുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. അതും കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും.